நான் உங்கள் செஃப் அஸ்வினி. இன்னைக்கு நம்ம பார்க்க போற ரெசிபி கேரளா ட்ரெடிஷனல் புட்டு. இன்னும் நான் செய்யற ரெசிபி நம்ம சவுத் இந்தியன் செஃப் செய்வாங்க. பார்க்கலாமா எப்படி இருக்குன்னு? എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോണ കേരള ട്രഡീഷണൽ പുട്ടിന്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 200 ഗ്രാം റൈസ് പൗഡർ ചെമ്പ റൈസിൻ്റെത്, പിന്നെ 350 കോക്കനട്ട് മിൽക്ക്, പിന്നെ തേങ്ങ ചിരികിയത് 70 ഗ്രാം, പിന്നെ കാഷ്നട്ട് മുന്തിരി, പിന്നെ തേവയാണ് സാൾട്ട്, തേവയാണ് ഷുഗർ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുത്തു. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് പൗഡർ പോടുവാണ്. ഇനി ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് ഒഴിക്കുകയാണ്. കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ തണ്ണിയാണ് ഊറ്റുന്നത്. തണ്ണിക്ക് പകരം കോക്കനട്ട് മിൽക്ക് ഒഴിച്ചാൽ ഒന്നും കൂടി നല്ല റെസിപ്പി ആയിട്ട് വരും, നല്ല ടേസ്റ്റ് വരും. അതുകൊണ്ട് ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കുകയാണ്. நல்லா மிக்ஸ் பண்ணி போடணும். கொஞ்சம் കൂടി പാൽ ഊറ്റാം. கொஞ்சம் கொஞ்சமாக ஊற்றி மிக்ஸ் பண்ணி எடுத்தாச்சு. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് പൗഡർ മിക്സ് பண்ணி ഇനി അത് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ചിരികിയത് എടുക്കാം. അതിലേക്ക് கொஞ்சம் ഷുഗർ പോടണം. ഷുഗർ പൊടി മിക്സ് பண்ணണം. கொஞ்சம் കൂടി ഷുഗർ பண்ணி மிக்ஸ் பண்ணணும். ഫ്രൈ பண்ணி വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ട് മിക്സ് பண்ணலாம். അപ്പം നമ്മളുടെ മാവ് റെഡിയായി. അതിന് വേണ്ടി നമ്മൾ பண்ணி വെച്ചിരിക്കുന്ന തേങ്ങ ചിരികിയത് கொஞ்சமாக இதுக்குள்ளே போടാം. അത് കഴിഞ്ഞ് നമ്മൾ റെഡി பண்ணி വെച്ചിരിക്കുന്ന റൈസ് പൗഡർ இதுக்குள்ளே கொஞ்சம் போടാം. വീണ്ടും നമുക്ക് തേങ്ങ ഇടാം. അപ്പം നമ്മളുടെ മാവ് റെഡിയായി. ഇനി ആവിയിൽ വേഗ വെച്ച് എടുക്കാം. நம்ம சேச்சி 10 மினிட் புட்டு வேக வச்சு எடுத்துட்டு வந்துட்டாங்க. இப்போ நம்ம எப்படி இருக்குன்னு நம்ம பார்க்கலாம். அடிபொலியான புட்டு ரெடி ஆயிடுச்சு. இதுக்கு சைடிஷ் ஆயிட்டு பழம், பப்படம், பயிர் எடுத்துக்கலாம். இது இப்ப எப்படி இருக்குன்னு டேஸ்ட் பண்ணி பார்க்கலாமா? டேஸ்ட் பாருங்க. இப்போ கொஞ்சம் பழம் வச்சுக்கலாம், அதுல பயிர் கொஞ்சம் வச்சுக்கலாம், கொஞ்சம் பப்படம் வச்சு டேஸ்ட் பார்க்கலாம் நம்ம இப்போ எப்படி இருக்குன்னு. நல்ல டேஸ்டா இருக்கா? ரொம்ப டேஸ்டா இருக்கு சேச்சி. நீங்களும் வீட்ல குழந்தைங்களுக்கு செஞ்சு பாருங்க. வீடியோ பிடிச்சிருந்தா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க.